ഹായ് ഓൾ, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ലിറ്റർ കുർത്തിയുടെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങുമാണ്. നല്ല ഒരു നെക്ക് ഡിസൈനും കൊടുക്കുന്നുണ്ട്. ഇതിനായിട്ട് ചുരിദാർ മെറ്റീരിയലാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതേപോലെ ഫ്ലോറൽ പ്രിൻ്റാണ് ഉള്ളത്. ബാക്ക് സൈഡ് പ്ലെയിൻ ക്ലോത്തുമായിട്ടാണ് ഉള്ളത്. ലൈനിങ്ങും കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മെഷർമെൻറ്റ്സ് എങ്ങനെയാണ് എടുക്കുന്നതെന്ന് നോക്കാം. ക്ലോത്തിനെ 4 ഫോൾഡ് ചെയ്തിട്ടു. ആദ്യം ലെന്ത് വൈസിലും പിന്നീട് വിഡ്ത്ത് വൈസിലും ഫോൾഡ് ചെയ്തിട്ടതിന് ശേഷം ഷോൾഡർ മാർക്ക് ചെയ്യാം. 7 ഇഞ്ചാണ് ഇവിടെ ഷോൾഡർ മാർക്ക് ചെയ്യുന്നത്. ഷോൾഡർ മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1/2 ഇഞ്ച് ഷോൾഡർ സ്ലോപ്പ് താഴേക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. അതിനുശേഷം ഒരു 7 ഇഞ്ച് ആം ഹോളും മാർക്ക് ചെയ്യുന്നുണ്ട്. ആം ഹോൾ മാർക്ക് ചെയ്തതിന് ശേഷം ഇനി ചെസ്റ്റ് മാർക്ക് ചെയ്യാം. ചെസ്റ്റ് റൗണ്ട് ഇവിടെ 38 ഇഞ്ചാണ് എടുക്കുന്നത്. 38 ഇഞ്ചിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 9.5 ഇഞ്ച് കിട്ടും. 9.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം സീം അലവൻസ് ആയിട്ട് ഒരു 1.5 ഇഞ്ചും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. മാർക്ക് ചെയ്യാം. വേസ്റ്റ് ലെന്ത് ഞാനിവിടെ 14.5 ഇഞ്ചാണ് മാർക്ക് ചെയ്യുന്നത്. 14.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഓപ്പൺ സൈഡിലേക്ക് ഒരു 8.5 ഇഞ്ച് മാർക്ക് ചെയ്യുന്നുണ്ട്. 34 ഇഞ്ച് വേസ്റ്റ് റൗണ്ടിലേക്ക് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. 8.5 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഒരു 1.5 ഇഞ്ച് സീം അലവൻസും മാർക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ലിറ്റ് ലെന്ത് മാർക്ക് ചെയ്യാം. 21 ഇഞ്ചാണ് എടുക്കുന്നത്. 21 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം ഹിപ്പ് സൈസ് മാർക്ക് ചെയ്യാം. ഹിപ്പ് സൈസ് ഇവിടെ 40 ഇഞ്ചാണ്. 40 ഇഞ്ചിനെ 4 ഡിവൈഡ് ചെയ്യുമ്പോൾ 10 ഇഞ്ചാണ് വരുന്നത്. ആ 10 ഇഞ്ച് മാർക്ക് ചെയ്യുക. ഇവിടെ 1 ഇഞ്ച് മാത്രം സീം അലവൻസ് കൊടുത്താൽ മതിയാകും. മുകളിൽ 2 ഇഞ്ച് സീം അലവൻസ് കൊടുത്താലും കുഴപ്പമില്ല. ഇനി നമുക്ക് നെക്ക് മാർക്ക് ചെയ്യാം. നെക്കിന് 3.25 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തതിന് ശേഷം ഷോൾഡർ സ്ലോപ്പ് വരച്ച പോയിന്റിലേക്കൊന്ന് ചരിച്ച് വരയ്ക്കാം. ഇനി ആം റൗണ്ടും വരച്ചെടുക്കുക. ആം റൗണ്ട് വരച്ചെടുത്തിട്ടുണ്ട്. ഇനി ടോപ്പിൻ്റെ ലെന്ത് പറയാൻ വിട്ടുപോയിരുന്നു. ലെന്ത് എടുത്തിരിക്കുന്നത് മെയിൻ ക്ലോത്തിന് 46 ഇഞ്ചും ലൈനിങ്ങിന് 2 ഇഞ്ച് കുറച്ച് 46 ഇഞ്ചുമാണ് എടുത്തിരിക്കുന്നത്. ഈ ടോപ്പിൻ്റെ എൻഡിലായിട്ട് 11 ഇഞ്ചാണ് വിഡ്ത്ത് കൊടുക്കുന്നത്. 1 ഇഞ്ച് ഇവിടെയും സീം അലവൻസ് കൊടുക്കുന്നുണ്ട്. സ്ലിറ്റിന് ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമ്മൾ മാർക്കിംഗ് എല്ലാം കഴിഞ്ഞു. ഇനി ഈ പോയിൻറ്റ്സ് എല്ലാം ഒന്ന് ജോയിൻ ചെയ്തെടുക്കാം. ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതേ മെഷർമെൻറ്റ് തന്നെ കട്ട് ചെയ്തെടുക്കാം. ലൈനിങ് കട്ട് ചെയ്തെടുത്തു. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിനെ ഫോൾഡ് ചെയ്തിടാം. മെയിൻ ക്ലോത്ത് ഫോൾഡ് ചെയ്തിടുമ്പോൾ നമ്മൾ ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും വിഡ്ത്തിൽ തന്നെ ഫോൾഡ് ചെയ്തെടുത്താൽ മതി. ബാക്കി ക്ലോത്ത് നമുക്ക് സ്ലീവിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ക്ലോത്ത് ഫോൾഡ് ചെയ്തതിന് ശേഷം അതിലേക്ക് ലൈനിങ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ലൈനിങ് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്തതിന് ശേഷം സെയിം മെഷർമെൻറ്റ് തന്നെ മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഫ്രണ്ട് പോർഷൻ്റെ മെയിൻ ക്ലോത്തും ലൈനിങ്ങും നേരത്തെ ഫോൾഡ് ചെയ്ത പോലെ തന്നെ ഫോൾഡ് ചെയ്തിടുക.
ഫ്രണ്ട് പോർഷൻ്റെ ലൈനിങ്ങും അതിന് മുകളിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആം ഹോൾ ഒന്ന് കുഴിച്ച് വരയ്ക്കാം. ഫ്രണ്ട് പോർഷൻ മാത്രമാണിത്. ആം ഹോള് കുഴിച്ച് വരയ്ക്കാനായിട്ട് ആം ഹോളിൻ്റെ ലെന്ത് എടുക്കുക. 7 ഇഞ്ചാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ പകുതി ആകുമ്പോൾ 3.5 ഇഞ്ച് മാർക്ക് ചെയ്യുക. അവിടെ നിന്ന് ഉള്ളിലേക്ക് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് ഒന്ന് വരച്ചെടുക്കുക. ഈ വീഡിയോയിൽ കാണുന്ന പോലെ വരച്ചെടുത്ത് കട്ട് ചെയ്തെടുക്കുക. ആം ഹോള് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രണ്ട് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഒരു ക്യാൻവാസാണ് എടുത്തിരിക്കുന്നത്. ക്യാൻവാസിനെ ഇതേപോലെ തന്നെ 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ടു. ഇനി നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യാം. 3.25 ഇഞ്ചാണ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 3.25 ഇഞ്ച് നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്യുക. 3.25 ഇഞ്ചാണ് നെക്ക് വിഡ്ത്ത് കൊടുക്കുന്നത്. നെക്ക് ലെന്തായിട്ട് 7 ഇഞ്ചും കൊടുക്കുന്നുണ്ട്. ആ 7 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം ഈ 2 പോയിൻറ്റ്സും ഒന്ന് ചരിച്ച് വരയ്ക്കുക. വി ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചെടുത്തതിന് ശേഷം അത് ആ ഷേപ്പിൽ തന്നെ ഒന്ന് ചെറിയ കർവായിട്ട് വരച്ചെടുക്കുക. വീഡിയോയിൽ കാണുന്ന പോലെ ഒന്ന് വരച്ചെടുക്കുക. വരച്ചെടുത്തു. ഇനി ഇതിൻ്റെ പുറത്തേക്ക്, അതായത് ഓപ്പൺ സൈഡിലേക്ക് ഒരു 1 ഇഞ്ച് കൂടെ എക്സ്ട്രാ മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഒരു ക്ലോത്ത് എടുക്കുക. ആ ക്ലോത്തിലേക്ക് ഇതിൻ്റെ ഗ്ലൈസിങ് ഉള്ള ഭാഗം വെച്ച് അയൺ ചെയ്തെടുക്കുക. അയൺ ചെയ്തെടുത്തതിന് ശേഷം എക്സ്ട്രാ പീസ് കട്ട് ചെയ്ത് കളയുക. ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം, ക്യാൻവാസിന് പുറത്തേക്ക് ഒരു 1/4 ഇഞ്ച് വിട്ടതിന് ശേഷം കട്ട് ചെയ്തെടുക്കുക. ഇനി ബാക്ക് നെക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ക്യാൻവാസ് എടുക്കുന്നില്ല, ക്ലോത്താണ്. സെയിം 3.25 ഇഞ്ച് തന്നെ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്തു. അതിനുശേഷം 4 ഇഞ്ച് 4 ഇഞ്ചാണ് നെക്ക് ലെന്ത് കൊടുക്കുന്നത്. ഇവിടെ യൂനെക്കാണ് കൊടുക്കുന്നത്. 4 ഇഞ്ച് താഴേക്ക് വരച്ചതിന് ശേഷം യു ഷേപ്പിൽ വരച്ചെടുക്കുക. വരച്ചതിന് ശേഷം നേരത്തെ ചെയ്ത പോലെ തന്നെ 1 ഇഞ്ച് എക്സ്ട്രാ വരച്ച് കട്ട് ചെയ്തെടുക്കുക. നെക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് സ്ലീവ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. സ്ലീവിന് വേണ്ടിയിട്ട് ഇവിടെ ഫ്രണ്ട് പോർഷനുള്ള ക്ലോത്ത് മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഞാൻ ഫുള്ള് പ്രിൻറ്റഡ് ക്ലോത്ത് തന്നെയാണ് സ്ലീവിന് വേണ്ടിയിട്ട് കൊടുക്കുന്നത്. അപ്പം നമുക്ക് 9.5 ഇഞ്ചാണ് സ്ലീവിൻ്റെ വിഡ്ത്തായിട്ട് വേണ്ടത്. ഫോൾഡ് ചെയ്തിടുമ്പോൾ 4ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഒരു സൈഡിന് 9.5 ഇഞ്ചാണ് വിഡ്ത്ത് വേണ്ടത്. ആ വിഡ്ത്തിൽ ഫോൾഡ് ചെയ്തിടുക. അപ്പം ബാക്കി ക്ലോത്ത് നമുക്ക് ലെന്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. $9.5 ഇഞ്ച് വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലെന്ത് ഇവിടെ കിട്ടുന്നത് 13.5 ഇഞ്ചാണ്. എനിക്കൊരു 17 ഇഞ്ചെങ്കിലും വേണം. അത് ബാക്കി ക്ലോത്ത് കൊണ്ട് യൂസ് ചെയ്യാം. ആദ്യം മുകളിലത്തെ പോർഷൻ ഒന്ന് ലെവൽ ചെയ്തെടുത്തതിന് ശേഷം 3.5 ഇഞ്ച് ഓപ്പൺ സൈഡിൽ നിന്ന് മുകളിൽ നിന്ന് താഴേക്ക് മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി സ്ലീവിൻ്റെ എൻഡിലായിട്ടൊരു 7 ഇഞ്ചും മാർക്ക് ചെയ്യുക. മാർക്ക് ചെയ്തതിന് ശേഷം സ്ലീവിൻ്റെ ഷേപ്പിൽ വരച്ച് കട്ട് ചെയ്തെടുക്കുക.
കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം സൈഡിലെ ക്ലോത്ത് താഴെ വെച്ച് അതും ഈ ലെവലിൽ കട്ട് ചെയ്തെടുക്കുക. ഒരു ലേസും കൊടുക്കുന്നുണ്ട്, സ്ലീവിൻ്റെ അറ്റത്തായിട്ട് ലേസും കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ കട്ടിങ് കഴിഞ്ഞു. ഇനി എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് നമുക്ക് സ്ലീവ് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ക്ലോത്ത് സ്ലീവിലേക്ക് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശം ഒരേപോലെ ഫേസ് ടു ഫേസ് ആയിട്ട് വരുന്ന രീതിയിൽ വെച്ച് വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. സ്റ്റിച്ച് ചെയ്തെടുത്തതിന് ശേഷം ഒന്ന് ടോപ്പ് സ്റ്റിച്ച് കൂടെ ചെയ്തെടുക്കുക. ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ലേസ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ക്ലോത്തിൻ്റെ നല്ല സൈഡിലേക്ക് വീഡിയോയിൽ കാണുന്ന പോലെ ലേസ് വെച്ചതിന് ശേഷം താഴെ നിന്ന് നല്ല സൈഡിലേക്ക് 2 ഫോൾഡ് ചെയ്ത് ലേസിന് മുകളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിനെ ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്യുക. അപ്പോൾ നമുക്ക് നല്ല ഫിനിഷിങ്ങിൽ തന്നെ ലേസ് സ്റ്റിച്ച് ചെയ്ത് കിട്ടും. ഇതേപോലെ 2 സ്ലീവും ചെയ്തെടുത്തു. അതിനുശേഷം നമ്മൾ ഫ്രണ്ട് പോർഷൻ എടുക്കുക. ഫ്രണ്ട് പോർഷന് ലൈനിങ് അറ്റാച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നെക്ക് നമ്മൾ ക്യാൻവാസിൽ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന നെക്ക് മിഡിൽ പോർഷനിൽ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തതിന് ശേഷം എക്സ്ട്രാ പോർഷൻസ് കട്ട് ചെയ്ത് കളയുക. ലൈനിങ് എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്നൊക്കെ ഞാൻ നേരത്തെയുള്ള വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. വീഡിയോയുടെ ലെന്ത് കൂട്ടണ്ടെന്ന് വിചാരിച്ചിട്ടാണ് അത് കാണിക്കാത്തത്. അതിനുശേഷം സ്റ്റിച്ച് കൊള്ളാത്ത രീതിയിൽ ചെറിയ കട്ട്സ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് ഒന്ന് ടോപ്പ് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഫ്രണ്ട് പോർഷൻ ചെയ്തെടുത്തു. ഇതേപോലെ തന്നെ ബാക്ക് പോർഷനും ചെയ്തെടുക്കുക. ബാക്ക് പോർഷനും ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ എങ്ങനെയാണ് അറ്റാച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. വീഡിയോ കാണുന്ന പോലെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ്റെ നെക്കിൻ്റെ ഉള്ളിലേക്ക് വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഡബിൾ സ്റ്റിച്ച് തന്നെ കൊടുക്കുക. ഇങ്ങനെ ഷോൾഡർ അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ഫിനിഷിങ്ങിൽ തന്നെ കിട്ടും. 2 സൈഡും ഇതേപോലെ തന്നെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേ ഫിനിഷിങ്ങിൽ കിട്ടി. ഇനി സ്ലീവ് അറ്റാച്ച് ചെയ്യാം. സ്ലീവ് അറ്റാച്ച് ചെയ്യുമ്പോൾ സ്ലീവിൻ്റെയും ഫ്രണ്ട് പോർഷനിൽ 1/2 ഇഞ്ച് കുഴിച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്തെടുക്കാം. 2 സൈഡിലും സ്ലീവ് അറ്റാച്ച് ചെയ്ത് എടുക്കുക. സ്ലീവ്സ് ജോയിൻ ചെയ്തെടുത്തു. ഇനി സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കാം. സൈഡ്സ് ജോയിൻ ചെയ്തെടുക്കുമ്പോൾ ഇതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് ഈ പോർഷനിൽ കൂടെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം സ്ലിറ്റിന് വേണ്ടിയിട്ട് നമ്മൾ മാർക്ക് ചെയ്ത പോയിൻറ്റിൽ നിന്ന് 1 ഇഞ്ച് ഉള്ളിലേക്ക് കയറ്റി സ്റ്റിച്ച് ചെയ്തെടുക്കുക 2 സൈഡിലും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ടോപ്പിൻ്റെ എൻഡിൽ ഇതേപോലെ തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. ഡബിൾ ഫോൾഡ് ചെയ്ത് എടുത്ത് സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്തെടുത്ത് മുകളിൽ വരുമ്പോഴത്തേന് നമ്മൾ ആ സ്ലിറ്റിൻ്റെ പോർഷൻ്റെ മുകളിലേക്ക് 1 ഇഞ്ച് കൂടെ മുകളിലേക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുക. സ്റ്റിച്ച് ചെയ്തെടുത്ത് അവിടെ നീഡിൽ കുത്തി നിർത്തിയതിന് ശേഷം ക്ലോത്ത് ഒന്ന് ചരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ചരിച്ച് സ്റ്റിച്ച് ചെയ്യുമ്പോൾ സ്ലിറ്റിൻ്റെ മറു സൈഡും ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുക. ആ പോർഷൻ വരെ സ്റ്റിച്ച് ചെയ്ത ശേഷം വീണ്ടും നീഡിൽ കുത്തി നിർത്തി താഴേക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഡബിൾ ഫോൾഡ് ചെയ്ത് എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുക്കുക.
സ്ലിറ്റിൻ്റെ എൻഡ് വരെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി ഇതിൻ്റെ സൈഡ് പോർഷനും കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സൈഡ് പോർഷൻ സ്റ്റിച്ച് ചെയ്യുമ്പോഴും ഈ സ്ലിറ്റിൻ്റെ ജോയിനിങ് പോർഷനിൽ നീഡിൽ കുത്തു നിർത്തി മറ്റേ സൈഡ് ചരിച്ചിട്ട് സ്റ്റിച്ച് ചെയ്യുക. ഇങ്ങനെ രണ്ട് സൈഡും ചെയ്തെടുക്കുക. ചെയ്തെടുത്തതിന് ശേഷം അടി കൂടി ഡബിൾ ഫോൾഡ് ചെയ്ത് മടക്കി അടിക്കുക. അപ്പോൾ നമ്മുടെ ചുരിദാർ ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. സീ യു ഇൻ ദ നെക്സ്റ്റ്